ഓരോ വർഷവും നമ്മളെല്ലാവരും പല പല ആഘോഷങ്ങൾ ആചരിച്ചു വരികയാണ്. ഇന്ന് വീണ്ടും ഒരു പൊൻപുലരി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. കേരളീയരുടെ കാർഷിക ഉത്സവമായി കാണപ്പെടുന്നതാണ് വിഷു എന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ ദിവസം കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും നോവുകളും നൊമ്പരങ്ങളും ശത്രുത്വവും എല്ലാം മറന്ന് ഒന്നിക്കുന്ന ഈ ഒരു ദിവസം, ഇതിനെ നമ്മൾ വലിയൊരു സന്തോഷത്തോടു കൂടി എല്ലാം മറന്ന് ഒരുമിച്ച് കണിക്കൊന്നയും കൈനീട്ടവും നൽകിക്കൊണ്ട് കണി കണ്ടുകൊണ്ട് ആഘോഷിക്കുന്ന ഈ ഒരു ദിവസത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. എല്ലാ വർഷവും ഒരുപോലെ തന്നെയാണ് നമ്മൾ വിഷു ആഘോഷിച്ചു വരുന്നത്. എന്നാൽ ഈ വർഷം നമുക്കതിലൊരു പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കാം. പൊൻനിറത്തിലുള്ള ഈ ഒരു ആഘോഷത്തെ, പൊൻനിറത്തിൻ്റെ യുഗത്തെ വരവേൽക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകാം. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ആഘോഷത്തെ ഈ വർഷം ആഘോഷിക്കാൻ ശ്രമിച്ചാലോ? നിങ്ങൾ റെഡിയാണോ? കാരണം നമ്മൾ കണിക്കൊന്നയും അതുപോലെ തന്നെ അന്നത്തെ ദിവസം കണി കാണുമ്പോൾ എല്ലാ പ്രകാരത്തിലുള്ള സമൃദ്ധിയെ, നമ്മൾ ആ ഒരു പ്രതീക്ഷയെ, ആ ഒരു യുഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉണ്ണിക്കണ്ണനെ കണി കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു ലോകം, ആ ഒരു യുഗം, ആ ഒരു സമൂഹം സമൃദ്ധി നിറഞ്ഞിരിക്കുന്ന, സന്തോഷം നിറഞ്ഞിരിക്കുന്ന, ഐക്യത നിറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ നാം ഓരോരുത്തരും വിചാരിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ അതിനെ വീണ്ടും സാക്ഷാത്കരിപ്പിക്കാൻ സാധിക്കും. എന്നാൽ അതിന് നമ്മൾ ഓരോരുത്തരും കേവലം ഒരു ദിവസത്തിൻ്റെ ആഘോഷമാക്കി മാറ്റാതെ നിത്യവും നമ്മുടെ ജീവിതത്തിൽ അതിനെ ആചരണത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും അത്തരത്തിലുള്ള നിത്യോത്സവമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ കൂടുതലൊന്നും സമയം ചെലവാക്കേണ്ടതില്ല. കേവലം 3 മിനിറ്റ് മാത്രം നമുക്ക് വേണ്ടി അതിന് ചെലവാക്കാം. 3 ചലഞ്ചസുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ, അഥവാ ചലഞ്ച്, വെല്ലുവിളികൾ സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ഒരുങ്ങേണ്ടത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 3 കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ നൽകേണ്ടതും വളരെ ആവശ്യമാണ്. അതിൽ ഒന്നാമത്തത് 3 മിനിറ്റ് സമയം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കും എന്നുള്ള ആദ്യത്തെ ദൃഢത. അപ്പം അതിൽ 1 മിനിറ്റ് നമ്മൾ നമ്മുടെ ശ്വാസനിശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ ഗുഡ് ഫീലിങ്സ്, പ്യൂർ ഫീലിങ്സിനെ നമ്മൾ അകത്തേക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിശ്വാസം ചെയ്യുമ്പോൾ, എക്സേൽ ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് എന്തൊക്കെ നമുക്ക് ബാഡ് ഫീലിങ്സ് ഉണ്ട്, ബാഡ് ഇമോഷൻസ് ഉണ്ട്, എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ മനസ്സിന് പ്രയാസം നൽകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതുണ്ട്, അതൊക്കെ തന്നെ പുറത്തേക്ക് കളയാനുള്ള ആ ഒരു ശ്രമം നടക്കാം. അപ്പോൾ ഇൻഹേൽ ചെയ്യുമ്പോൾ പ്യൂർ ഫീലിങ്സ് നമ്മൾ അകത്തേക്ക് കൊടുക്കുക. നമ്മൾ എക്സേൽ ചെയ്യുമ്പോൾ നമ്മുടെ ബാഡ് ഫീലിങ്സ് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ നൊമ്പരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പുറത്തേക്ക് കളയുന്നതായിട്ട് അനുഭവം ചെയ്യാം. അപ്പോൾ 1 മിനിറ്റിൽ നമ്മൾ ഈ ശ്വാസനിശ്വാസം എത്ര പ്രാവശ്യം എടുക്കുന്നു അതിനനുസരിച്ച് ഈ ഒരു ഫീൽ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ 1 മിനിറ്റ് ചെയ്യാം. രണ്ടാമത്തെ മിനിറ്റിൽ ആ 1 മിനിറ്റ് ചെയ്യേണ്ടത് കണക്ട് ടു ദ സെൽഫ്, അല്ലെങ്കിൽ സെൽഫ് ടോക്ക് ചെയ്യാം. അതായത് ഞാൻ എങ്ങനെയുള്ളതാണ്, ഞാനൊരു ഊർജ്ജമാണ്, അപ്പം എങ്ങനെയുള്ളവനാണ് ഞാൻ. ഐ ആം എ പവർഫുൾ സോൾ, അഥവാ ഐ ആം എ പവർഫുൾ എനർജി, ഐ ആം എ സക്സസ്ഫുൾ എനർജി, ഐ ആം എ പീസ്ഫുൾ എനർജി. ഈ 3 കാര്യങ്ങൾ, 3 എഫർമേഷൻ ഏതാണോ, ഒരു പോസിറ്റീവ് തോട്ട് ഞാൻ എന്നിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കാം. സെൽഫ് ടോക്ക് ചെയ്യാം, ഞാൻ എങ്ങനെയുള്ളതാണ്. ഐ ആം എ പവർഫുൾ ബീയിങ് ഓർ എ പവർഫുൾ എനർജി. ഐ ആം എ സക്സസ്ഫുൾ ബീയിങ് ഓർ എ സക്സസ്ഫുൾ എനർജി. അഥവാ ഐ ആം എ പീസ്ഫുൾ ബീയിങ്, ഞാനൊരു പീസ്ഫുൾ ആയിരിക്കുന്ന ഒരു എനർജിയാണ്. ഈ 3 പോയിൻ്റുകൾ ഞാൻ എനിക്ക് എന്നോട് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 1 മിനിറ്റ്
നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മിനിറ്റ് സെൽഫ് കണക്റ്റഡ് ആവുക. ഞാൻ എന്താണ് ഒറിജിനലി എന്നുള്ളത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുക. മൂന്നാമത്തെ മിനിറ്റ് ഞാൻ ചെയ്യേണ്ടത് കണക്ട് വിത്ത് ദ സുപ്രീം എനർജി. ദ സുപ്രീം എനർജി എന്ന് പറഞ്ഞാൽ ദ എറ്റേർണലാണ്, ഒരിക്കലും നശിക്കാത്തത്, ശാശ്വതമായത്. ആ പരമമായിരിക്കുന്ന സത്യത്തോട്, പരമമായിരിക്കുന്ന ശക്തിയോട് ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയെയും ഏകാഗ്രമാക്കുക. 1 മിനിറ്റ് സെൽഫ് ചാർജ് ചെയ്യാം. പരമാത്മാവ് ആരാണ്? ആ പരമാത്മാവിൽ നിന്നും ഈ ഒരു ഫീൽ ചെയ്യണം, ഞാനെന്നും പ്രൊട്ടക്റ്റഡാണ്, ഞാനെന്നും സേഫാണ്. ആ ഈശ്വരൻ്റെ, സർവേശ്വരൻ്റെ കരങ്ങൾക്കുള്ളിൽ ഞാനെന്നും സുരക്ഷിതനാണ്. ഈശ്വരൻ സത്യമാണ്, ഈശ്വരൻ ശക്തിയാണ്. ആ സത്യത്തിൻ്റെയും ശക്തിയുടെയും ബലത്തിൽ ഞാനെന്നും പ്രൊട്ടക്റ്റഡാണ്. അപ്പോൾ 1-ാമത്തെ മിനിറ്റ് എന്തായിരിക്കണം? ശ്വാസനിശ്വാസത്തിലേക്ക് നമ്മൾ ഏകാഗ്രമാക്കുക. ഗുഡ് ഫീലിങ്സ് ഉള്ളിലേക്ക് എടുക്കുക, ബാഡ് ഫീലിങ്സ് പുറത്തേക്ക് കളയുക. 2-ാമത്തെ മിനിറ്റ് സെൽഫ് കണക്ട് ചെയ്ത് സെൽഫ് ടോക്ക് ചെയ്യുക. 3-ാമത്തത് കണക്ട് ടു ദ സുപ്രീം. ഈ 3 മിനിറ്റിൽ ഈ 3 കാര്യം നിങ്ങൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതും എത്ര മണിക്കാണോ നിങ്ങൾ എഴുന്നേൽക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഏറ്റവും ഉത്തമമായിരിക്കുന്ന സമയമാണ് 4 to 4:45 ഏർലി മോർണിംഗ്. അതിനുവേണ്ടി ശ്രമിക്കാൻ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ ദിവസം നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്ന ഈ 3 മിനിറ്റ് നിങ്ങളിത് റീചാർജിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ 3 കാര്യങ്ങൾ ഞാൻ എന്നോട് പ്രതിജ്ഞ എടുക്കേണ്ട കാര്യമാണ്. 1 നമ്മുടെ മൈൻഡ്, 2 നമ്മുടെ വേർഡ്സ്, 3 നമ്മുടെ ആക്ഷൻ. അപ്പോൾ 1 നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് തോട്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഡെയിലി ക്ലീൻ ആൻഡ് കൂളായിട്ട് വയ്ക്കാം. നമ്മൾ ക്ലീൻ ആക്കുകയും വേണം, അതേസമയത്ത് അതിനെ ശാന്തമാക്കി വയ്ക്കാനും സ്വയം പ്രതിജ്ഞ എടുക്കണം. 3-ാമത്തേത് നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഒരിക്കലും നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരെ നോവിക്കുന്ന വിധത്തിൽ, മറ്റുള്ളവരെ ശപിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ നമ്മുടെ മുഖത്തിൽ നിന്നും വായിൽ നിന്നും ഒരിക്കലും വീഴരുത്. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പം അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതായിരിക്കണം. അതുപോലെ നമ്മളുടെ വാക്കുകൾ എപ്പോഴും സത്യതയോടുകൂടിയും സഭ്യതയോടുകൂടിയും ഉള്ളതായിരിക്കണം. അതായത് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെയധികം മാധുര്യമുള്ളതായിരിക്കണം. അതേപോലെ നമ്മുടെ ആക്ഷൻ എപ്പോഴും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ നൽകുന്നതായിരിക്കണം, മറ്റുള്ളവർക്ക് സുഖം നൽകുന്നതായിട്ട് മാറണം. അപ്പോൾ നമ്മുടെ മൈൻഡിനെ ക്ലീൻ ആക്കാൻ വയ്ക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ഡെയിലി നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നത് പോലെ ഡെയിലി നമ്മുടെ മനസ്സിനെ ക്ലീൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ മൈൻഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നതാണ് ഞാൻ എന്നിൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഡെയിലി രാത്രി എന്ത് ചെയ്യണം? മുഴുവൻ ദിവസത്തിൻ്റെ കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ ഡയറിയിൽ എഴുതുക, അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ എൻ്റെ മനസ്സിലുള്ളതെല്ലാം എഴുതി സമർപ്പിക്കാം. അതിലൂടെ മാത്രമേ നമ്മുടെ മൈൻഡ് ക്ലീൻ ആവുകയുള്ളൂ. 2-ാമത്തെ നമ്മൾ കൂളാക്കി വയ്ക്കുക. എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സ്റ്റേറ്റ് എന്തായിരിക്കണം? എപ്പോഴും കൂളായിരിക്കണം, പീസ്ഫുള്ളായിരിക്കണം. 2-ാമത്തെ വേർഡ്സ് എപ്പോഴും നമ്മളുടേത് വളരെ സ്വീറ്റായിരിക്കണം, മധുരമുള്ളതായിരിക്കണം. അതിലൂടെ 1 സത്യതയെ മെയിൻറ്റെയിൻ ചെയ്യാൻ, 2-ാമത്തെ മറ്റുള്ളവർക്ക് എപ്പോഴും ആശ്വാസം നൽകുന്ന വിധത്തിൽ, മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന വിധത്തിലുള്ള വാക്കുകളായിരിക്കണം. 3-ാമത്തത് നമ്മുടെ ആക്ഷൻ എപ്പോഴും എന്തായിരിക്കണം? മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ഉള്ളതായിരിക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ എക്സാമ്പിളായിട്ട് മാറാൻ പറ്റണം. അപ്പോൾ ആ കാര്യത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധ നൽകുക. അത് ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്, അത് ഞാൻ എടുക്കേണ്ട ദൃഢതയാണ്. 3-ാമത്തെ ചാലഞ്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായിരിക്കണം നമ്മളുടെ 3-ാമത്തെ ചാലഞ്ച്? 3 ചാലഞ്ചസുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ഒന്ന്, നമ്മൾ എപ്പോഴും എംബോഡിമെൻറ്റ് ഓഫ് റെസ്പെക്റ്റായി മാറുക. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ആദരവ് കൊടുക്കുക, മറ്റുള്ളവരിൽ നിന്നും ആദരവ് എടുക്കുക. 2-ാമത്തേത് നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടായിരിക്കാം, അച്ഛനമ്മമാരോടായിരിക്കാം, ഭഗവാനോടായിരിക്കാം, ടീച്ചേഴ്സിനോടായിരിക്കാം, അഥവാ നമ്മൾ ആരൊക്കെ നമ്മുടെ ഈ ലൈഫിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രകൃതിക്കായിരിക്കാം, നമ്മളെപ്പോഴും ഡെയിലി നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം. എപ്പോഴും നന്ദി എല്ലാവരുടെ പ്രതി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒന്ന് റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം, 2-ാമത്തത് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, 3-ാമത്തത് നമ്മൾ പറയാറുണ്ട് മറ്റുള്ളവർക്ക്
ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്, അത് നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വർത്തമാന സമയത്തിനനുസരിച്ച് നമ്മൾ ഒരിക്കലും ടെൻഷൻ കൊടുക്കാനും പാടില്ല, ടെൻഷൻ എടുക്കാനും പാടില്ല. അപ്പോൾ 3 കാര്യം നമ്മുടെ ചലഞ്ചായിരിക്കണം നമ്മുടെ ലൈഫിൽ. ഒന്ന്, ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. അടുത്തത് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. എല്ലാവരുടെ പ്രതിയും നമ്മുടെ ഉള്ളിൽ ആ ഒരു നന്മ നിറഞ്ഞ, നന്ദിയുള്ള, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. 3ാമത്തെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഗിവ് നോ ടെൻഷൻ, ടേക്ക് നോ ടെൻഷൻ. ഇന്നത്തെ ഈ വിഷു വളരെ സക്സസ്ഫുൾ ആഘോഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ വിഷു ആശംസകൾ. ഓം ശാന്തി.